ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. ഒരുപാട് ദിവസത്തിന് ശേഷമാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് മഹിയാണെങ്കിൽ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെങ്കിൽ മോളെ കാണാത്തതിൽ എനിക്കൊരുപാട് സങ്കടമുണ്ട്. അവളെൻ്റെ അടുത്ത് ഇത്രയും ദിവസം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും എന്തോ എനിക്കറിയില്ല, ഭയങ്കരമായിട്ടൊരു സങ്കടം തോന്നുന്നു എന്നൊക്കെ കണ്ണൻ മഹിയോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും മഹിയാണെ പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാണ് കണ്ണേട്ടാ, എനിക്കും അധിക നേരമൊന്നും നിൽക്കാൻ കഴിയില്ല. അത് കണ്ണേട്ടനോട് ഞാൻ അങ്ങോട്ടേക്ക് പറയാൻ വരുമായിരുന്നു. കുഞ്ഞിനെ കാണാതെ എങ്ങനെയാണ് ഇത്രയും നേരമൊക്കെ നിൽക്കുക, അതൊന്നും എനിക്കിപ്പോൾ സാധിക്കുന്നില്ല കണ്ണേട്ടാ എന്നൊക്കെ മഹി പറയുന്നുണ്ട്. അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട് മഹിയോട്, നീ ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം എനിക്കറിയാം. പെറ്റമ്മയ്ക്ക് എന്തുമാത്രം വേദന ഉണ്ടാവും എന്നുള്ള കാര്യം, സങ്കടമൊക്കെ എനിക്കറിയാം മഹി. ഒരമ്മയില്ലെങ്കിലും എനിക്കിതൊക്കെ അറിയാം. ഞാൻ ലേഖയെ എന്നും കാണുന്നതല്ലേ, ലേഖയുടെ സങ്കടം കാണുമ്പോഴേ ഒരു അമ്മയുടെ വേദന എന്താണെന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. എന്തായാലും കൂടുതൽ നേരമൊന്നും നീ ഇവിടെ നിൽക്കണ്ട. എന്തായാലും പെട്ടെന്ന് തന്നെ കുറച്ച് വർക്കുകളൊക്കെ തീർത്തിട്ട് നിനക്ക് വീട്ടിലോട്ട് പോവാം. അത് തന്നെയാണ് കണ്ണേട്ട എനിക്കും പറയാനുള്ളത്. പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് എത്തണം. അവളെ മാറുന്ന ഒരു നിമിഷം പോലും എനിക്കിപ്പോൾ നിൽക്കാൻ കഴിയുന്നില്ല. എന്തായാലും നമ്മൾ ഓണം കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോകുമ്പോൾ ലേഖയുടെ അവസ്ഥ ആലോചിച്ചിട്ടാണ് എനിക്ക് സങ്കടം. എന്തായാലും ലേഖയാണെങ്കിൽ എന്നേക്കാൾ കൂടുതൽ നമ്മുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിൽ അവൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ആ വേദന കാണാൻ എനിക്ക് അത്ര ഒന്നും കഴിയില്ലല്ലോ കണ്ണേട്ടാ, എന്താ നമ്മൾ ചെയ്യുക? പക്ഷെങ്കിൽ പോവാതിരിക്കാനും നമുക്ക് സാധിക്കില്ലല്ലോ. എപ്പോഴും അവരുടെ വീട്ടിൽ ഇങ്ങനെ നിൽക്കാനൊന്നും കഴിയില്ലല്ലോ എന്നൊക്കെ നമ്മുടെ മഹിയാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്. അങ്ങനെ മഹിയും കണ്ണനാണെങ്കിൽ ഇങ്ങനെ പരസ്പരം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ്. പക്ഷേങ്കിൽ സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ടെന്നുള്ള കാര്യം മഹിയും കണ്ണനും അറിയുന്നതേ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണെങ്കിൽ മഞ്ജു ആണെങ്കിൽ ദുർഗയോട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതിൽ നിങ്ങൾക്കും ഒരു പങ്കുണ്ടോ, അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ട് മഞ്ജു ആണെങ്കിൽ ദുർഗയോട് ചോദിക്കുന്നുണ്ട്. ദുർഗ പറയുന്നുണ്ട്, അതിലെനിക്കൊരു പങ്കുമില്ല, നീ എന്താ മോളെ പറയുന്നത്, ആരാ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയില്ല, ആരോ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്, അതുകൊണ്ടാണ് സാഗരേട്ടൻ പെട്ടെന്ന് തന്നെ പോയിരിക്കുന്നത്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. സത്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറ. ആ പാവം കുഞ്ഞിനോട് ഇങ്ങനെ ക്രൂരത നിങ്ങൾ കാട്ടരുത്. അതിനോടും അതിൻ്റെ അച്ഛനോടും ഒരുപാട് ക്രൂരതകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ അതൊരു പിഞ്ചു കുഞ്ഞാണ്, അതിനെങ്കിലും വെറുതെ വിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ ദുർഗ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് മോളെ പറയുന്നത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നീ എന്നെ ഒന്ന് വിശ്വസിക്കുക. അപ്പോഴാണ് മഞ്ജു പറയുന്നത്, കുഞ്ഞിനെ കാണാനില്ലെന്നും കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയെന്നും കുഞ്ഞിനെ ആരോ വീട്ടിൽ വന്ന് കൊണ്ടുപോയിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നതെന്നൊക്കെ മഞ്ജു ആണെ പറയുന്നുണ്ട്. അങ്ങനെ ദുർഗയ്ക്ക് ഇത് കേട്ടപ്പോൾ സഹിക്കാൻ വയ്യാതാകുന്നുണ്ട്. അങ്ങനെ ദുർഗ മനസ്സിലാക്കുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ പ്രതാപനും കരുണയൊക്കെ തന്നെയായിരിക്കും. എന്തായാലും അവരോട് ചോദിച്ചാൽ കാര്യം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും എനിക്കിതിലൊരു പങ്കുമില്ലെന്ന് നമ്മുടെ ദുർഗ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കരുണയാണെങ്കിൽ ഇതെല്ലാം മാറി നിന്ന് കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നീയൊക്കെ എനിക്കിതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം കുഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് തന്നെ പോവാൻ ഇനി അധികം സമയമൊന്നും വേണ്ട. ഈ രാജ്യം തന്നെ ആ കുഞ്ഞിപ്പോൾ വിട്ട് കാണും. എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ എല്ലാം തന്നെ നടക്കുന്നുണ്ടല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് നന്ദി പറയുന്നുണ്ട്. കരുണയാണെങ്കിൽ ഇതേ സമയം പ്രതാപനാണെങ്കിൽ കരുണയുടെ കോള് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അവസാനം കരുണ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, അച്ഛൻ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഈ ഓണത്തിന് തീർച്ചയായിട്ടും അച്ഛൻ്റെയും മുത്തശ്ശിയുടെ കൂടെ ഓണം ആഘോഷിക്കാൻ വേണ്ടി ഞാൻ കരുണാലയത്തിൽ വരുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് പ്രതാപന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കരുണയുടെ ഇതുപോലത്തുള്ള സംസാരവും സന്തോഷമൊക്കെ പ്രതാപൻ കാണുന്നത്. ഈ സന്തോഷം കണ്ട ഉടനെയാണ് നമ്മുടെ മോഹിനി അങ്ങോട്ടേക്ക് വരുന്നത്. ഇതിന് മാത്രം സന്തോഷിക്കാനും തുള്ളിച്ചാടാനും ഇപ്പം ഇവിടെ എന്താ ഉണ്ടായത്? അമ്മയ്ക്കും മോനും ഭയങ്കര സന്തോഷമാണല്ലോ. ഇതിൻ്റെ മുന്നേ ഇത്രയും കാലത്തിനിടയ്ക്കൊന്നും ഇങ്ങനെ ഒരു സന്തോഷം കണ്ടിട്ടില്ലല്ലോ. എന്തെങ്കിലും പണി വല്ലതും ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്ന് പോടി, നിനക്കൊക്കെ പണി തരലൊക്കെ ഞാൻ നിർത്തി. കാരണം ഒന്നും തന്നെ തന്നാൽ അത് ഏൽക്കില്ലാത്തത് കൊണ്ട് തന്നെ ആ പണിയൊക്കെ ഞാൻ നിർത്തിയിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മോഹിനി പറയുന്നുണ്ട്, എന്ത് ചെയ്താലും ആ പാവം കുഞ്ഞിനെങ്കിലും വെറുതെ വിടണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രതാപനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആ കുഞ്ഞ് തന്നെയാടി ഏറ്റവും കൂടുതൽ സന്തോഷം ഞങ്ങൾക്കിപ്പോൾ തന്നത്. ഈ രാജ് തന്നെ ആ കുഞ്ഞ് വിട്ടു പോയിരിക്കുകയാണ്. ഇനി നിനക്കൊന്നും ആ കുഞ്ഞിനെ തിരികെ കിട്ടില്ലെന്ന് പ്രതാപനാണെങ്കിൽ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ജാനമ്മയും ലേഖയും തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട്.
കുഞ്ഞിനെ നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ കുളിക്കാൻ പോയത്. അനന്തേട്ടൻ കുഞ്ഞിനെ അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു വിവരം കിട്ടിയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊന്നു കളയും. എനിക്ക് ആ കുഞ്ഞെന്ന് വെച്ചാൽ ജീവനാണെന്ന് നിങ്ങൾക്കറിയില്ലേ. അങ്ങനെ അനന്തു ആണെങ്കിൽ ഓടിക്കത്തിച്ചു കൊണ്ട് വരുന്നുണ്ട് ജാനമ്മയുടെ അടുത്താണെങ്കിൽ. എന്താ ജാനമ്മേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ. എന്തെങ്കിലും അറിയോ ജാനമ്മയ്ക്കെന്ന് പറയുന്നുണ്ട്. എനിക്കൊന്നും അറിയില്ല മോനെ, അത് ആരെങ്കിലും ചെയ്തതായിരിക്കും, ഞാനതിലൊരു പങ്കും ഇല്ലെന്നൊക്കെ ജാനമ്മ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇതേ സമയം നമ്മുടെ ലേഖയാണെങ്കിൽ പറയുന്നുണ്ട്, ഇവർക്ക് പങ്കുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അനന്തേട്ടാ. എനിക്ക് സത്യമായിട്ട് ഇവരെ അങ്ങ് കൊല്ലാൻ തോന്നുന്നു അതൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അങ്ങനെ അനന്ത് വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും അറിയാമെങ്കിൽ ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും സത്യം പറയണം. മഹിയും കണ്ണനും ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. അവരുടെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളിങ്ങനെ അവരെ വിഷമിപ്പിക്കരുത്. കാരണം നിങ്ങൾക്കറിയാമെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറ എന്നൊക്കെ പറഞ്ഞ് അനന്തു ലേയാണെങ്കിൽ ജാനമ്മയോട് അപേക്ഷിക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് ജാനമ്മയ്ക്കാണെങ്കിൽ സത്യം പറയണമെന്നുണ്ടെങ്കിലും സ്വന്തം മകൻ്റെ കാര്യം ഓർത്ത് ജാനമ്മ അത് പറയാതെ പോകുന്നുണ്ട്. തിരിച്ചു കൊടുക്കാൻ 1,00,000 രൂപയൊന്നും ജാനമ്മയുടെ കയ്യിലില്ലല്ലോ. അങ്ങനെ സത്യം പറയാതെ തന്നെ ജാനമ്മയാണെങ്കിൽ സ്വന്തമായിട്ടിങ്ങനെ അലറി കരയുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ അനന്തുവിനോട് ലേഖ പറയുന്നുണ്ട്, നമ്മളിനി എന്താ കണ്ണനോടും മഹിയോടും പറയാം. എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അനന്തുവേട്ടാ. എല്ലാ കാര്യങ്ങളും ഇതോടെ അവസാനിച്ചു. കുഞ്ഞിന് എന്താ സംഭവിച്ചതെന്ന് പോലും അറിയുന്നില്ലല്ലോ ഈശ്വര എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ലേഖയാണെങ്കിൽ പേടിക്കണ്ട, ഞാൻ പോയി ഒന്ന് മാർക്കോയെ വിളിച്ച് പറയാം, മാർക്കോയെ കൂടെ അന്വേഷിക്കാൻ പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാർക്കോയും കൂടെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ അനന്തു ആണെങ്കിൽ. അങ്ങനെ അനന്തു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനുകൊണ്ട് തന്നെ മാർക്കോ കുഞ്ഞിനെ 2 ദിവസമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മാർക്കോ ചോദിക്കുന്നുണ്ട്, ഇതുവരെയായിട്ടും കുഞ്ഞിനെ കണ്ടു കിട്ടിയില്ല, എന്താണെന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ ഒന്നും കൂടെ അന്വേഷിക്കട്ടെ, സാറ് പേടിക്കാതിരിക്കുന്നൊക്കെ അനന്തുവിനോട് പറയുന്നുണ്ട്. എന്തായാലും ലേഖ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് കൊണ്ട് തന്നെ മഹി തീർച്ചയായിട്ടും ഈ കാര്യം അറിയരുത്. കാരണം കണ്ണനും മഹിക്കും ഈ കാര്യം ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ മാർക്കോ പറയുന്നുണ്ട്. അങ്ങനെ തോമസ് സാറാണെ ചോദിക്കുന്നുണ്ട്, എന്തായാലും ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ കഴിയട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അനന്തു ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ കണ്ടെത്തിയില്ലെങ്കിൽ കണ്ണനും മഹിയും തകർന്നു പോകും, അവരുടെ പ്രതീക്ഷ മുഴുവൻ ആ കുഞ്ഞാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനന്തുവും എല്ലാവരും തന്നെ ഒരു നിസ്സഹായാവസ്ഥയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കാത്തിരുന്ന മറ്റൊരു എപ്പിസോഡ് കാണാം.